മുഴുവനും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള പ്രാർത്ഥനകളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്ന വ്യക്തികളുമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്ന വ്യക്തികളല്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറേയെങ്കിലും പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് താല്പര്യമില്ലാത്തതും ദൈവത്തിന് സ്വീകാര്യമായിട്ടല്ലാത്തതുമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാത്ത സമയത്ത് നന്ദി. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ വചനത്തായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണ്, ഞങ്ങളുടെ ടീച്ചറാണ്, എല്ലാ സത്യങ്ങളെയും വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നെ ഞങ്ങളെ പഠിപ്പിക്കണം. ഹോളി സ്പിരിറ്റ് ഗോഡ് പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു സോ മച്ച് അവർ ഫാദർ. അങ്ങേക്കായിട്ട് അങ്ങനെ മകനായിട്ട് അങ്ങയുടെ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. യേശു നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് പോകാം. അതിന്റെ പുറപ്പാടിന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. അപ്പൊ നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റമെന്റിലെ പുറപ്പാട് പുസ്തകമൊക്കെ പറഞ്ഞ പുറപ്പാട് കാണിക്കുന്നതിന് പുറപ്പാടെന്ന് അതിന്റെ പേര് പോലെ തന്നെ ഇസ്രായേലിന്റെ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. സിനായിയിൽ വെച്ച് ദൈവം അവർക്ക് മോസസ് വഴി കൽപ്പനകൾ കൊടുക്കും. അതിനെപ്പറ്റിയുള്ള അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ടാബർനാക്കിൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ടാബർനാക്കിളെ പറ്റി നമുക്കറിയാം, അതിന് 3 പാർട്ടായിട്ട് ഉള്ളെന്നുള്ള കാര്യം. ഏറ്റവും പുറത്തുള്ളത് ഔട്ടർ കോർട്ട് എന്ന് പറയും അല്ലെ. അതിന്റെ ഉള്ളിൽ വരുന്ന ഹോളി പ്ലേസ്, അതിന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളില് ഹോളി ഓഫ് ഹോളീസ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിന്റെ ഔട്ടർ കോർട്ട് എന്ന് പറയുന്ന അവിടെയാണ് ഒരു എന്താ പറയുക സാക്രിഫൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഓൾട്ടർ, യാഗപീഠം ഒക്കെ ഉള്ളത്. അവിടെയാണ് യാഗങ്ങൾ നടക്കുന്നത്. അതിനുശേഷം അതിന്റെ മുമ്പിലേക്ക് വരുന്നതാണ് വാഷ് ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ വെക്കുന്ന ആ ഒരു പാത്രം അല്ലെ, ലേവർ എന്ന് പറയുന്നത്. അതിനുശേഷം അത് കഴിഞ്ഞ് അവിടെയൊക്കെ ആ ഔട്ടർ കോർട്ടില് ലീവൈറ്റ്സിനൊക്കെ കയറാം, പ്രീസ്റ്റുമാർ കയറാം. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രിയാണ്. ഇപ്പൊ ഹോളി പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം 3 കാര്യങ്ങളാണ് ഉള്ളത്. ലാംപ് സ്റ്റാൻഡ് ഉണ്ട് അല്ലെ, 7 തിരിയിടുന്ന ആ വിളക്ക് ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നിടത്ത് എന്താ ഉള്ളത്, ഷോ ബ്രെഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ധൂപം അല്ലെ, ആ ധൂപം ഉണ്ട് അവിടെ, എന്നും ധൂപം കത്തിക്കുന്നത് ധൂപം ഉണ്ട്. അതിന്റെ എല്ലാം അപ്പുറത്തായിട്ട് വരുന്നത് ഒരു വെയിലുണ്ടല്ലോ, ആ വെയിൽ എന്ന് പറഞ്ഞ ഒരു കർട്ടനുണ്ട്. കർട്ടന്റെ അപ്പുറത്താണ് ഹോളി ഓഫ് ഹോളീസ്. ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഹൈ പ്രീസ്റ്റിന് മാത്രം അല്ലെ, ആരന്റെ ഡിസെൻഡൻസിൽ വരുന്ന ആൾ, ആരൻ കഴിഞ്ഞിട്ട് അഹരോന്റെ ഡിസെൻഡൻസ് ആയിട്ട് വരുന്ന മക്കളിലോട്ട് ഒരാൾക്ക്, ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുമായിരുന്നു വർഷത്തിൽ ഒരിക്കലും, അതും രക്തമായിട്ട് മാത്രം. പക്ഷെ ഹോളി പ്ലേസിലേക്ക്, വിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാ ദിവസവും കയറും അല്ലെ. അത് ആരിന് കയറാൻ പറ്റും? എന്താ പറയുക, അതിന്റെ ആ വിളക്ക് അല്ലെ, 7 നിലയുള്ള വിളക്ക് അല്ലെ, 7 തിരികളുള്ള വിളക്ക്, അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയും പിന്നെ ധൂപത്തില് ഇൻസെൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയും ആരിന് കയറാൻ പറ്റുമല്ലോ അവിടെ. അപ്പൊ നമുക്കറിയാം, അവിടെ ഈ ഹോളി പ്ലേസിൽ അല്ലെ, ആ വിശുദ്ധ സ്ഥലത്ത് ഉള്ള ധൂപം അല്ലെ, ആ ധൂപപീഠം, അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ 1-ാമത്തെ വാക്കോട്ട് 9-ാമത്തെ വാക്ക് വരെ നമുക്ക് പെട്ടെന്ന് നോക്കി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു, ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാകണം അല്ലെ. അപ്പൊ ആ വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യം പറയുന്ന അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കയറാൻ പറ്റത്തുള്ളൂ. ഒരു വിധത്തിലും മറ്റുള്ളവർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. ആരിന് മാത്രം കയറാൻ പറ്റും. ആരിന് ശേഷം, അഹരോന് ശേഷം വരുന്ന ഹൈ പ്രീസ്റ്റിന് മാത്രം അല്ലെ കയറാൻ പറ്റും വർഷത്തിൽ ഒരു പ്രാവശ്യം. അപ്പൊ ഇവിടെ ആ വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാകണം. കദനമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം.
ഉണ്ടാക്കണം. അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാശങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് കണ്ടു ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴെ ഇരുവശപ്പുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിന്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ കതിന മരം കൊണ്ട് ഉണ്ടാക്കി പൊന്ന് പൊതിയണം. പെട്ടകത്തിന്റെ മുന്നിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിന്റെ മുന്നിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുൻപാകെ അത് വെക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനംപ്രതി കാലത്തും ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറ യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമധൂപമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയും അരുത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞു 7-ാമത്തെ നോക്ക്. അഹരോൻ അതിന്മേൽ സുഗന്ധ ധൂപം കാട്ടണം. അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കൊടുക്കണം. അതിന് തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. ഇനി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഔട്ടർ കോർട്ടിനെ പറ്റി, ഏറ്റവും പുറത്തുള്ള ആ സ്ഥലത്തെ പറ്റി പറഞ്ഞു. അവിടെയാണ് യാഗങ്ങൾ ഒക്കെ നടക്കുന്ന, ബലിപീഠം ഒക്കെ ഉള്ള സ്ഥലത്തെ പറ്റി പറഞ്ഞു. അപ്പൊ അവിടെ നമുക്കറിയാം ആ ബലി കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയാണ് കാണിക്കുന്നത്, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോ ആ ബേസൻ, അല്ലെ, അതിൻ്റെ വെള്ളം ഒഴിക്കുന്ന ലേവർ എന്ന് പറഞ്ഞ ആ ബേസൻ, അതിൻ്റെ അകത്തുള്ള വെള്ളം, അല്ലെ, ആ വെള്ളം കാണിക്കുന്ന വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ആരിനും അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ ആ വെള്ളം കാണിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ പറ്റിയാണ് കാണിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം നമ്മളെ ക്ലെൻസ് ചെയ്യുന്നു, അല്ലെ? ഇപ്പൊ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരോട്, നിങ്ങൾ കേട്ടിരിക്കുന്ന വചനം കൊണ്ട് നിങ്ങൾ ക്ലീൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ആ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളാണുള്ളത്. വിളക്ക്, അല്ലെ? ആ വിളക്ക് വിളക്കല്ല, ദീപം ഉണ്ട്. ആ ദീപമുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഷോബ്രെഡ് ഉണ്ട്. പിന്നെ അതിന്റെ മുമ്പിലായിട്ട്, അതിന്റെ എല്ലാം മുമ്പിലായിട്ട് ആ കർട്ടന്റെ, അല്ലെ, ഹോളി ഓഫ് ഹോളീസിന് മുമ്പിലായിട്ട്, അല്ലെ, ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തെയും ഹോളി പ്ലേസിനെയും തമ്മിൽ ആ ഡിവൈഡ് ചെയ്യുന്ന കർട്ടന്റെ അല്ലെങ്കിൽ വേലിന്റെ മുമ്പിലായിട്ടാണ് ഈ ധൂപം കാട്ടുവാനുള്ള സ്ഥലം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ബ്രെഡ് എന്ന് പറഞ്ഞ് നമുക്കറിയാം യേശുക്രിസ്തുവിനെ പറ്റിയാണ്. എല്ലാം ടാബർനാക്കിളിന്റെ ഉള്ളിലുള്ളതെല്ലാം യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ബ്രെഡ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം വേർഡ് ഓഫ് ഗോഡ്, അല്ലെ? ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്, അല്ലെ? പിന്നെ ധൂപം ധൂപപീഠത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വെളിപാടിലേക്ക് പോകുമ്പോ, അല്ലെ, ഇത് പുറപ്പാട്, വെളിപാടിലേക്ക് അവസാനത്തെ ബുക്ക്, അല്ലെ, റെവലേഷനിലേക്ക് പോകുമ്പോ 5-ാമത്തെ ചാപ്റ്റർ 8-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ആ ധൂപപീഠത്തിൽ ധൂപം എന്ന് പറഞ്ഞാല് വിശുദ്ധന്മാരുടെ പ്രയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവം, ഇതെല്ലാം സിംബോളിക്കാണ്, അല്ലെ? സിംബോളിക്കായിട്ട് കാണിക്കുന്ന കാര്യമാണ്. മോസസിനെ ദൈവം സീനായ് മലമുകളിൽ വെച്ച് കാണിച്ചു കൊടുത്തതാണ് ഇതെല്ലാം, അല്ലെ? സ്വർഗത്തിലെ ആ ഒരു ടാബർനാക്കിളിനെ പറ്റി ദൈവം കാണിച്ചു. ടാബർനാക്കിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസിനെ പറ്റി കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ 1 തൊട്ട് 4 വരെയുള്ള വാക്കല്ല 1 തൊട്ട് 4 വരെയുള്ള ചാപ്റ്ററുകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെയും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെയും ടാബർനാക്കിളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദീപം, അല്ല, വിളക്ക് എന്ന് പറഞ്ഞ് 7 തിരിയുള്ള വിളക്ക് എന്ന് പറഞ്ഞ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? അത് നമുക്കറിയാം, പിതാവിന്റെ മുമ്പിലെ ഹോളി സ്പിരിറ്റ് ഗോഡ് 7 സ്പിരിറ്റുകൾ നിൽക്കുന്നതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന കാര്യമാണ്. ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കും ധൂപപീഠത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ധൂപപീഠത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കും, ധൂപപീഠം ഉണ്ടാക്കേണ്ട അതിന്റെ കോലുകളെല്ലാം പറഞ്ഞതിന് ശേഷം, അല്ലെ, എല്ലാം ചെയ്യേണ്ടത് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്ന അളവുകൾ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അളവുകൾക്ക് അനുസരിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ ദൈവം സമ്മതിക്കത്തുള്ളൂ
പറ്റുള്ളൂ. അത് മാത്രമേ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ പറയാം ധൂപം പീഠത്തിന്റെ വലിപ്പത്തെ പറ്റി എല്ലാം പറഞ്ഞതിന് ശേഷം 7ാമത്തെ വാക്കിന്റെ പറഞ്ഞിരിക്കുക അവിടെ സുഗന്ധ ധൂപം കാട്ടണ രാവിലെ എന്താ ആ ദീപത്തെ തുടയ്ക്കുവാൻ പോകുമ്പോൾ അല്ലെ ആ വിളക്ക് തുടയ്ക്കാൻ പോകുമ്പോൾ രാത്രി മൊത്തം വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ദീപത്തെ തുടയ്ക്കാൻ പോകുമ്പോഴും ഈ ധൂപ പീഠത്തില് അഹരോൻ എന്താ പറയണേ അല്ലെങ്കിൽ ആരൻ അതില് ധൂപം ഇടണം, ഇൻസെൻസ് ഇടണം. വൈകുന്നേരവും ആ വിളക്ക് പോകുമ്പോ ദീപം കത്തിക്കാൻ പോകുമ്പോൾ വൈകുന്നേരം ഇടണമെന്ന് പറഞ്ഞിരിക്കുക. പ്രയർ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വെളിപാടിന്റെ 5:8 പറഞ്ഞിരിക്കുന്ന പ്രയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധൂപപീഠത്തിൽ നിന്ന് ഉയർന്ന ആ ധൂപം എന്ന് പറഞ്ഞ വിശുദ്ധന്മാരുടെ പ്രയർ ആണെങ്കിൽ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക രാവിലെയും പ്രയർ ഉണ്ടായിരിക്കണം, വൈകുന്നേരം പ്രയർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. എനിക്കിന്ന് പറയാനുള്ള വാക്കെന്ന് വെച്ചാൽ 9ാമത്തെ വാക്കിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞേക്ക്, നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്, അതിന്മേൽ പാനീയയാഗം ഒഴിക്കരുത്. അപ്പൊ ഈ ധൂപപീഠത്തിന്റെ പൊസിഷൻ എവിടെയാന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഹോളി ഓഫ് ഹോളീസ് അല്ലെ, അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലം. അപ്പൊ അതിന്റെ അകത്തുള്ള ആർക്ക് ഓഫ് കവനിനെ പറ്റിയൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിവിശുദ്ധമായ സ്ഥലത്തിനെയും വിശുദ്ധ സ്ഥലത്തിന്റെ തമ്മിൽ ആ തിരിക്കുന്ന ആ വെയില് അല്ലെങ്കിൽ ആ കട്ടന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രസൻസ് ഉള്ള സ്ഥലത്തിന് അതിവിശുദ്ധ സ്ഥലത്തിന്റെ തൊട്ട് അല്ലെ എന്താ പറയുന്നത് ആ തൊട്ട് അടുത്താണ് ഇതിരിക്കുന്നത്. ഈ ധൂപം കാട്ടുള്ള ധൂപപീഠം ഇരിക്കുന്നത്. അവിടെ നടത്തുന്ന അവിടെ ഇടുന്ന ആ ധൂപങ്ങൾ എന്ന് വെച്ചാൽ പ്രയറുകൾ അല്ലെ, അത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അതിന്മേൽ അന്യധൂമ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. 9ാമത്തെ വാക്ക് വരെ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗവും ഒഴിക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള തരത്തിലുള്ള ധൂപങ്ങൾ മാത്രമേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ പീഠത്തിന്റെ പൊസിഷൻ എവിടെയെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ പറയുവാണ്. അത് ഔട്ടർ കോർട്ടിലല്ല, എന്ന് വെച്ച് കഴിഞ്ഞാല് യാഗങ്ങൾ നടക്കുന്ന സ്ഥലത്തല്ല, ആ വാഷിങ് നടക്കുന്ന സ്ഥലത്തല്ല, എല്ലാവർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഇത് ഹോളി പ്ലേസിലാണ്, ഇത് വിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ ഔട്ടർ കോർട്ടിൽ നടക്കേണ്ടത് യാഗമാണ് അല്ലെ. ഔട്ടർ കോർട്ടിൽ നടക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ പറയാ ആനിമൽസിനെ കൊല്ലുന്നതാണ്. എന്ന് വെച്ചു കഴിഞ്ഞാല് നശിക്കേണ്ട സ്ഥലമാണത് അല്ലെ. അവിടെ നമ്മളുടെ എന്താ പറയുന്നത് അവിടെയല്ല പ്രേയർ നടത്തേണ്ടത് വിശുദ്ധ സ്ഥലത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോർട്ടിൽ നടക്കേണ്ട സാക്രിഫൈസ് ആണെങ്കിൽ അവിടെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവവും നമ്മൾക്ക് എന്തൊക്കെ നശിപ്പിച്ച് കളയാനുണ്ടോ അതിനെ മൊത്തം നശിപ്പിച്ച് കളയേണ്ട ഒരു സ്ഥലമാണ് ഔട്ടർ കോർട്ട്, അല്ലെങ്കിൽ ആ എന്താ പറയാ ഏറ്റവും പുറത്തുള്ള ആ സ്ഥലം അല്ലെ എന്ന് പറയുന്നത്. അവിടെയാണ് സാക്രിഫൈസ് നടക്കുന്നത്, അവിടെയാണ് യേശുക്രിസ്തു മരിച്ചത് അല്ലെ. യേശുക്രിസ്തു എന്താ പറയുക ക്യാമ്പിന് പുറത്താണ്, പക്ഷെ സിംബോളിക്കലി പറയുവാണെങ്കിൽ ദൈവം അതാണ് ഉദ്ദേശിച്ചല്ലേ. അവിടെയാണ് മരണം നടന്നത്, അവിടെയാണ് നമ്മളുടെ പാപം മൊത്തം കളയേണ്ട സ്ഥലം, അവിടെയാണ് ആ ഔട്ടർ കോർട്ടിലാണ് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട സ്ഥലം അല്ലെ. അവിടെയാണ് ആ ഔട്ടർ കോർട്ടിന്റെ അവിടെയാണ് എന്താ പറയുക നമ്മളുടെ ലോകവുമായിട്ടുള്ള സകല ബന്ധവും നശിപ്പിച്ച് കളയേണ്ട സ്ഥലം. അതിനുശേഷം അല്ലെ പാപത്തിനെ പറ്റി ദൈവത്തോട് ക്ഷമ ചോദിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരും, ഹോളി പ്ലേസിലേക്ക് വരിക. ആ ഹോളി പ്ലേസിലാണ് ഈ ധൂപം കാട്ടേണ്ടത്, ധൂപപീഠമുള്ളത് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളയേണ്ടതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകേണ്ടതെല്ലാം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ അതിനെല്ലാം ക്ഷമ ചോദിച്ച് ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുന്നത് അല്ലെ. ദൈവത്തിന്റെ പ്രസൻസിലാണ് പ്രാർത്ഥന നടത്തേണ്ടത്. മിക്കവാറും നമ്മൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഔട്ടർ കോർട്ടിൽ വെച്ചാണ് അല്ലെ. അപ്പൊ അതല്ല, അതിനെപ്പറ്റിയല്ല പറഞ്ഞു. ദൈവം പറഞ്ഞിരിക്കുക എന്റെ പ്രസൻസിൽ നിങ്ങൾ വരുമ്പോ അവിടെ നടത്തേണ്ട പ്രാർത്ഥന എനിക്കിഷ്ടമുള്ള തരത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇവിടെ അഹരോനോട് പറഞ്ഞിരിക്കുക രാവിലെയും വൈകുന്നേരവും അവിടെ ധൂപം വേണം, ധൂപം കത്തിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നമുക്കറിയാം 1 തെസലോനിക്കലിലേക്ക് പോകുമ്പോ ചർച്ചയോടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 തെസലോനിയന്റെ 5ാമത്തെ ചാപ്റ്റർ 17ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിരിക്കും. എന്ന് വെച്ച്
കഴിഞ്ഞാല് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സിമ്പിൾ ആയിട്ട് ദൈവം കൊടുത്തു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം മാത്രം ധൂപം ഇടാൻ പറയുമ്പോ, അതായത് അത് പ്രാർത്ഥനയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുമ്പോ ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഇതേ ചാപ്റ്ററിലേക്ക്, പുറപ്പാടിന് തന്നെ 30ാമത്തെ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോകുമ്പോ ദൈവം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 22ാമത്തെ വാക്കോട്ട് 29ാമത്തെ വാക്ക് വരെ വായിച്ചു നോക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈലം അല്ലെ, സുഗന്ധ തൈലം, അത് അനോയിന്റിങ് ഓയിൽ അല്ലെ, അനോയിന്റിങ് ഓയിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക ഇവിടെ. വിശുദ്ധ അഭിഷേക തൈലം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിയാണ് അഭിഷേക തൈലം ഉണ്ടാക്കണം എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ അഭിഷേക തൈലം ഉണ്ടാക്കിയതിനു ശേഷം അത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ടാബർനാക്കിളിന്റെ അകത്തുള്ള സകലതിനെ അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. സകലതിനെ എന്ന് പറയുമ്പോ ഏതിനൊക്കെയാ? ഈ ധൂപപീഠത്തെയും വരും, ലാംപ് സ്റ്റാൻഡിനെയും വരും, ഷോ ബ്രെഡിനെയും വരും, പിന്നെ ഹോളി ഓഫ് ഹോളീസിലുള്ള അതിനെ ആർക്ക് ഓഫ് കവനന്റിനെയും പറയും, പുറത്തുള്ള സകലതിനെയും എല്ലാത്തിനെയും അഭിഷേക തൈലം കൊണ്ട് എന്താ പറയാ, ആ ഓയില് കൊണ്ട്, അനോയിന്റിങ് ഓയിൽ കൊണ്ട് എന്താ പറയുക, അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. ഓയിൽ എന്ന് പറഞ്ഞ് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഓയില് നമ്മള് മിക്കവാറും തന്നെ ബൈബിളിൽ ഉള്ള കാര്യമാണല്ലോ. ഓയില് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓയില് ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. ഓയില് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നല്ല പറയുന്നത്. ഓയിൽ റെപ്രസെന്റ് ചെയ്തത് ഹോളി സ്പിരിറ്റ് ഗോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10 കന്യകമാർ അല്ലെ, ആ 10 വേർജിൻസിന് അവർക്ക് 5 പേര് കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഓയിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മറ്റേ 5 പേര് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കന്യകമാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ചിലരുടെ കയ്യിൽ ചിലര് ഓയിൽ കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ അവസാനം വരെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നു. മറ്റു ചിലര് അങ്ങനെയല്ല. അതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞിരിക്കുക, ഈ ധൂപപീഠത്തെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞിരിക്കുക, ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം പറയുന്നത് വെച്ചാൽ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന കാര്യം ഇതാണ്, ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ആ ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ആ ധൂപപീഠത്തിൽ വേണം നിങ്ങൾ ധൂപം ഇടാൻ എന്ന് പറഞ്ഞിരിക്കുന്ന. ധൂപം ഇടുന്ന ഏത് തരത്തിലുള്ള ധൂപം അതിനെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ പറഞ്ഞ, അന്യമായിട്ടുള്ള ധൂപം ഇടരുത്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ധൂപം, അന്യധൂപം ഒന്നും ഇടരുത്, കാര്യങ്ങളൊന്നും കൊണ്ട് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ദൈവം നമ്മളോട് പറഞ്ഞാല് ഈ ധൂപ പീഠത്തെ തന്നെ അഭിഷേകം ചെയ്യാൻ പറയുമ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് അഭിഷേകം ചെയ്യപ്പെട്ട തരത്തിലുള്ള പ്രാർത്ഥനകളായിരിക്കണം ചെയ്യേണ്ടത് എന്ന് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നു അല്ലെ. അപ്പോ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും മിക്കവാറും തന്നെ ശരിയായിട്ടുള്ള പ്രാർത്ഥനകളല്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുക, നമ്മുടെ പാപത്തെ പറ്റി നമ്മൾ ഓർത്ത് ക്ഷമ ചോദിക്കുക, പാപത്തിൽ നടക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞോണ്ട് വേണം ദൈവത്തിന്റെ മുമ്പിലേക്ക്. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ക്രോസ് എടുത്തോണ്ട് ഓരോ ദിവസം നടക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഫോളോ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ഫോളോ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രോസിൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമ്മൾ നശിപ്പിച്ചു കളയുന്ന വ്യക്തികളായിരിക്കും. അതിനുശേഷം നമ്മൾ പിതാവിന്റെ പക്കലേക്ക് നമ്മൾ വരാവുള്ളൂ അല്ലെ. യേശുവാണ് വാതില് അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വരുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലെ. നമ്മൾ പാപത്തിന് ക്ഷമ ചോദിച്ചിട്ട് നമ്മൾ വരുന്ന വ്യക്തികളാണോ? അങ്ങനെ തന്നെ ഒന്നാമത്തെ നിയമം തന്നെ നമ്മൾ ലംഘിച്ചു അല്ലെ. പിന്നെ വന്ന് ധൂപത്തില് നമ്മള് എന്താ പറയുക, ധൂപപീഠത്തിൽ നമ്മൾ ഇടുന്ന ധൂപം അത് നമ്മുടെ ജഡത്തിന് സ്വഭാവം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജഡത്തിനനുസരിച്ചുള്ള തരത്തിലുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള പ്രാർത്ഥനയല്ല അല്ലെ. അപ്പൊ അത് ദൈവത്തിന് സ്വീകാര്യമില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, റോമക്കത്തിലേക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 26ഉം 27ഉമുള്ള വാക്കുകൾ പറഞ്ഞിങ്ങനെ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന വിചാരിച്ചോണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് അറിയാവുന്ന നമ്മൾ അറിയത്തില്ല, നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ളതല്ല. അപ്പൊ അതിന് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് വിശുദ്ധന്മാരുടെ എന്താ പറയാ, ഇങ്ങനെ 27ാമത്തെ വാക്ക് പറഞ്ഞു, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അറിയുന്നു അല്ലെ. ആത്മാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നു അല്ലെ. അപ്പൊ ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന, നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ശരിയായിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ നമ്മുടെ ജഡത്തിന്റെ
പ്രകാരമുള്ള പ്രാർത്ഥന എന്താ പ്രാർത്ഥന? എനിക്ക് കുറച്ചും കൂടെ പണം വേണം, എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ലോകത്തെ ബേസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മളോട് തെസ്സലോനിക്ക ലേഖനത്തിലെ 1 തെസ്സലോനിക്കയിലെ 5 ചാപ്റ്ററിന്റെ 17 വാക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിനുള്ള പ്രകാരമുള്ള പ്രാർത്ഥനയെ പറ്റി അല്ല പറഞ്ഞത്. ഹോളി സ്പിരിറ്റ് ഗോഡിന് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനത്തെ 6 ചാപ്റ്ററിൽ പോകുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 18 വാക്കിൽ ഇങ്ങനെ പറഞ്ഞ സകല പ്രാർത്ഥന യാചനയാലും ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ടും സകല വിശുദ്ധന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിതി കാണിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സകല പ്രാർത്ഥനയാലും യാചന ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ലൂക്കോസിലേക്ക് പോകുക, യേശുവിന്റെ ശിഷ്യന്മാര് വന്നു, യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോ യേശുവിന്റെ ശിഷ്യന്മാര് വന്നിട്ട് യേശുവിനോട് ചോദിക്കുക, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോണിന്റെ ശിഷ്യന്മാർക്കൊക്കെ അറിയാം, അവര് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവിടെ യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹിതം വരണം, അങ്ങയുടെ ഇഷ്ടം ഈ സ്വർഗത്തിലെ പോലെ ഭൂമിയിലായിരിക്കണം അല്ലെ എന്നാ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അല്ല നമ്മുടെ ഇഷ്ടം ഇവര് പ്രാർത്ഥിക്കുന്നത് അങ്ങ് കേട്ടോടെ ദൈവമേ അങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവമേ അങ്ങയുടെ ഇഷ്ടം ഇല്ലേ, യുവർ വിൽ ഷുഡ് കം ഇൻ ടു ദിസ് വേൾഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ കിങ്ഡം വരണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ എന്താ പറയാ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ലോകത്ത് നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമുള്ളത് പോലെയാണുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വരുന്ന പ്രാർത്ഥന നമുക്ക് അതുകൊണ്ട് സാധിക്കത്തില്ല, എന്താന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വെറുതെ ഇങ്ങനെ വാഗോട് ഇങ്ങനെ ഇംഗ്ലീഷും മലയാളത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ആദ്യമൊന്നും നമ്മളുടെ പ്രാർത്ഥന ഇങ്ങനെ എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങത്തില്ല. പക്ഷെ നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ പ്രാർത്ഥന എന്താ പറയുക അതുകൊണ്ട് ഏറ്റെടുക്കുന്ന പോയിട്ട് നമുക്ക് പലപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ എന്താ പറയുക ടോക്കിംഗ് ഇൻ ടങ് അല്ലെ, ടങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചു നമുക്ക് അറിയാൻ പറ്റും ചില സമയത്ത് നമ്മൾക്ക് പോലും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകുന്നത് കാണാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുത്തു, നമ്മുടെ സ്പിരിറ്റ് അല്ലെ നമ്മുടെ സ്പിരിറ്റിൽ നിന്നുള്ള പ്രാർത്ഥന ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ചിലപ്പോൾ നമ്മളത് മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് അത് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ അത് ആ ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ വഴി പ്രാർത്ഥിക്കുന്നത്. അതുപോലത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മള് കൂടുതൽ നേരം നമ്മുടെ ലാംഗ്വേജസ് എന്താ പറയുക അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷ പ്രാർത്ഥിക്കാൻ ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം അന്യഭാഷ പ്രാർത്ഥിച്ചാൽ എന്താണ് പ്രാർത്ഥിക്കുന്ന കാര്യം അറിയത്തില്ലാത്തതുകൊണ്ട് മിക്കവാറും തന്നെ ആൾക്കാർക്ക് അന്യഭാഷ പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ അന്യഭാഷ പ്രാർത്ഥിക്കണം, കാരണം നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് ആണ് പ്രാർത്ഥിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് അത് ഏറ്റെടുത്ത് അത് പ്രാർത്ഥിച്ചോളും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ക്രിപ്ചർ വായിച്ചു പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലെ. അത് ദൈവത്തിന് വളരെയധികം ഇഷ്ടമുള്ള, കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇപ്പൊ എന്താ പറയുക ഇങ്ങനെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് ദൈവത്തിന്റെ യേശുക്രിസ്തു ഇങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന അല്ലെ, ലൂക്കോസിന്റെ 11 നമ്മൾ വായിക്കുന്ന അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലണം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അപ്പൊ നമ്മളിങ്ങനെ പറയും, കർത്താവേ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ നടക്കണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വചനം അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെ. വചനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വളരെയധികം ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് അല്ലെ. അപ്പോ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കും. ഒന്നാമത് ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നവരായിരിക്കും. നമ്മൾ ചെയ്ത എന്തെങ്കിലും പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. പിന്നെ അന്യഭാഷയെ വളരെയധികം
ആരാധിക്കുക ദൈവത്തെ അല്ലെ. സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കുക. അത് മാത്രമാണ് ദൈവത്തിന് താല്പര്യമുള്ളത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എനിക്കൊരു കാർ വേണം, എനിക്ക് ഇപ്പോൾ ഉള്ളത് പോരാ, എനിക്ക് കുറേയും കൂടെ പണം വേണം, എനിക്ക് കുറേയും കൂടെ കാര്യങ്ങൾ വേണം അല്ലെ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന് താല്പര്യമില്ല. ദൈവം അത് കൈക്കൊള്ളാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എന്നെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അല്ലെ. ദൈവത്തോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടെങ്കിൽ ദൈവം കേൾക്കാൻ പോകുന്നില്ല. നമ്മൾ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ അതും ദൈവം കേൾക്കാൻ പോകുന്നില്ല. ദൈവത്തോട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ദൈവം പറയുന്നതിന് എതിരായിട്ടുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ വരാൻ തന്ന ഈ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയോട് അങ്ങയ്ക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്ന് മനസ്സിലാക്കാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അങ്ങയുടെ ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തിന് മാത്രം.